കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ ഉത്തരവില്ലാതെ അധ്യാപക നിയമനം നടന്നതായി പരാതി. പി ബാലകൃഷ്ണൻ എന്ന അധ്യാപകനാണ് നിയമന ഉത്തരവില്ലാതെ ജിയോഗ്രഫി വകുപ്പിൽ ജോലിക്ക് പ്രവേശിച്ചത്. നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കി. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി വിധിയിലൂടെ പുറത്തായ ദിവസമാണ് ജോലിക്കായുള്ള അഭിമുഖം നടന്നതും ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തതും. തുടർന്ന് സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിച്ചതോടെ കഴിഞ്ഞ ഡിസംബർ 24-ന് ബാലകൃഷ്ണൻ ജോലിക്ക് കയറി. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം നിയമന ഉത്തരവിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്ന് സർവകലാശാല വ്യക്തമാക്കുന്നു. നിയമനം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇത് സംബന്ധിച്ച ഫയൽ പുതിയ VC ഡോക്ടർ ബിജോയ് നന്ദന്റെ മുന്നിലെത്തിയിരുന്നു. ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാമെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു. VCയുടെ അറിവില്ലാതെ രജിസ്ട്രാറുടെ മാത്രം നിർദ്ദേശപ്രകാരം നിയമനം നടന്നു എന്നതാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന്റെ ആരോപണം. റാങ്ക് പട്ടികയിലുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസറെ രജിസ്ട്രാർ വൈസ് ചാൻസലർ അനുമതി കൂടാതെ നിയമിച്ചത് ഗുരുതരമായ കൃത്യവിലോപമാണ്. അടിയന്തരമായി ആ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും കൃത്യവിലോപം കാണിച്ച രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കുകയും വേണം. എന്നാൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് രജിസ്ട്രാറുടെ വാദം. മെമ്മോ സ്വീകരിച്ച ബാലകൃഷ്ണൻ ജോലിക്ക് കയറിയതിനു ശേഷം നിയമനം ചോദ്യം ചെയ്ത ഹൈക്കോടതിയിൽ കേസ് വന്നു. ഇതുമൂലമാണ് VC നിയമോപദേശം തേടിയതെന്നും നിയമന ഉത്തരവ് ഇറക്കാത്തതെന്നുമാണ് രജിസ്ട്രാർ വിശദീകരിക്കുന്നത്. വിവാദത്തിൽ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബാലകൃഷ്ണനെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട ഗവർണർക്കും കണ്ണൂർ VCക്കും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ നിവേദനം നൽകിയിട്ടുണ്ട്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.